ബ്രോഡാഡി എന്ന സിനിമയിൽ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന മകനെ അപ്പൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ വിളിച്ചു വരുത്താണ്. വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് മകൻ അറിയുന്നത് അമ്മ പ്രഗ്നൻ്റാണ്. അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൻ അമ്മയവൻ ഈ പ്രായത്തിൽ ഇത് എന്ന രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഇവർ മൂന്നുപേരും ഡോക്ടറിനെ കാണാൻ ആശുപത്രിയിലാണ്. ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറയും അപ്പോൾ 2 മാസമായി, ഹാർട്ട് ബീറ്റൊക്കെ കാണാം കുഞ്ഞിൻ്റെ, എവറിത്തിങ് ലുക്സ് നോർമൽ. പ്രായത്തിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ദർ ഇസ് എ റിസ്ക് ഫാക്ടർ. ഉടനെ മകൻ ഇടപെട്ടിട്ട് പറയും എങ്കിൽ വേണ്ട, റിസ്ക് ഉണ്ടെങ്കിൽ നമുക്കിത് വേണ്ട. ഡോക്ടർ പറഞ്ഞു അതിപ്പോൾ റോഡിലിറങ്ങിയ റിസ്ക് ഇല്ലേ, ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും മകൻ പറയും പക്ഷേ കോംപ്ലിക്കേഷൻസ് തന്നെയല്ല ഡോക്ടർ, അത് ഈ പ്രായത്തിൽ, അതുകൊണ്ട് നമുക്കിത് വേണ്ട. ഉടനെ അമ്മ മകനോട് പറയടാ നീ ഒന്ന് പുറത്തേക്ക് വന്നേ. ആശുപത്രി വരാന്തയിൽ നിൽക്കുമ്പോൾ അമ്മ അവൻ്റെ കൈ എടുത്തിട്ട് വയറ്റിൽ വയ്ക്കും, അമ്മയുടെ വയറ്റിൽ വയ്ക്കും. എന്നിട്ട് പറയും എടാ ഇതൊരു ജീവനാണ്, ഇതുപോലെ നീയും കിടന്നതായി വയറ്റിൽ 10 മാസം, എനിക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, നിന്നെപ്പോലെ തന്നെ എനിക്കിതും. ഇത് ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന കാഴ്ച. മറിയം വീട്ടിലേക്ക് കയറി വരുമ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിലെ ശിശു കുതിച്ചാടാണ്. ലൂക്ക 2 തവണയാണ് കുഞ്ഞിങ്ങനെ തുള്ളിച്ചാടിയ കാര്യം എഴുതുന്നത്. ലൂക്ക ഒരു ഡോക്ടറാണെന്ന് മനസ്സിലാക്കണം. ഒരു ഡോക്ടറാണ് പറയുന്നത് 6 മാസമുള്ള കുഞ്ഞിങ്ങനെ ഡാൻസ് ചെയ്യാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും ആദ്യത്തെ പ്രസംഗം അത് യോഹന്നാൻ്റെ പ്രസംഗമാണ്. അത് നടത്തുന്നത് ഒരു ഉദരത്തിലാണ്. അപ്പോൾ വൂമ്പ് ഒരു പ്രസംഗപീഠമായിട്ട് മാറുകയാണ്. സയൻസ് വളർന്നതിന് എത്രയും മുൻപ് തന്നെ ഉദരത്തിലെ കുഞ്ഞിന് ജീവനുണ്ടെന്നും ആ കുഞ്ഞ് ഡാൻസ് ചെയ്യുമെന്നും പ്രസംഗിക്കുമെന്ന് ഒരു ഡോക്ടർ എഴുതി വച്ചിരിക്കുകയാണ്. സെലിബ്രേറ്റ് ലൈഫ് ഫ്രം വൂംബ്, ഫ്രം കൺസെപ്ഷൻ.